കഥയാരംഭിക്കുന്നത് ഷിമിറ്റ് എന്ന പയ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അവനന്ന് തന്റെ സ്കൂളിലേക്ക് എത്തുകയായിരുന്നു. റാപ്പർ എമിനത്തെ പോലെ വസ്ത്രമൊക്കെ ധരിച്ച് അല്പം സ്റ്റൈലായേക്കാം എന്ന് കരുതിയൊക്കെയാണ് അവന്റെ വരവ്. ഷിമിറ്റ് അക്കാഡമിക്കലി ബ്രില്യന്റ് ആയ കുട്ടിയാണ്. പക്ഷേ മൊത്തത്തിൽ സ്കൂളിൽ അവനത്ര പോപ്പുലർ ഒന്നുമായിരുന്നില്ല. ഒരു പാവത്താൻ പയ്യന്റെ രൂപമായിരുന്നു അവനുണ്ടായിരുന്നത്. ആ ആഴ്ച പ്രോം വീക്ക് ആയിരുന്നു. അവിടുത്തെ അല്പം പോപ്പുലറായ സുന്ദരിയായ ഒരു പെൺകുട്ടിക്കൊപ്പം ചേർന്ന് പ്രോം നൈറ്റിൽ പങ്കെടുക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. അവൻ ആ പെൺകുട്ടിക്ക് അടുത്തു ചെന്നത് ചോദിച്ചപ്പോ വളരെ ഹാഷായ രീതിയിലായിരുന്നു അവൾ അവനെ റിജക്ട് ചെയ്തത്. ഈ പ്രോം നൈറ്റ് എന്നൊക്കെ പറയുന്നത് അമേരിക്കൻ സ്കൂളുകളിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. സ്കൂളിലെ കുട്ടികളൊക്കെ ഡാൻസിനും മറ്റുമായി അണിഞ്ഞൊരുങ്ങിയെത്തും. പൊതുവെ ക്ലാസ് കഴിയുന്നതിനോടനുബന്ധിച്ചൊക്കെയാണ് അത് നടക്കുക. സ്കൂളിലെ കുട്ടികൾക്ക് ഏറെ ഇമ്പോർട്ടന്റ് ആയ വലിയൊരു ഇവന്റ് തന്നെയാണ് അത്. എന്തായാലും ഷിമിറ്റിനെ അവൻ പ്രോം നൈറ്റിൽ പാർട്ട്ണർ ആവാൻ ക്ഷണിച്ച പെൺകുട്ടി ആട്ടിവിട്ടല്ലോ. ജിങ്കോ എന്ന് പേരുള്ള സ്കൂളിലെ ഒരു പയ്യൻ അത് കണ്ടിരുന്നു. ജിങ്കോ ഒരു ബുള്ളിയാണ്. അവൻ നല്ല രീതിയിൽ ഷിമിറ്റിനെ കളിയാക്കി. പിന്നാലെ ജിങ്കോയ്ക്കും പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് വിളിവന്നു. സംഭവം എന്തെന്നാൽ സ്കൂളിൽ കാണാനൊക്കെ അടിപൊളിയായ ജിങ്കോ പോപ്പുലർ ആണെങ്കിലും അക്കാഡമിക്സിൽ വളരെ മോശമായിരുന്നു. പരാജയപ്പെട്ടതിന്റെ പേരിൽ അവന് പ്രോം നൈറ്റിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് പ്രിൻസിപ്പൽ അവനെ അറിയിച്ചു. പ്രോം നൈറ്റിൽ പങ്കെടുത്താൽ പ്രോം കിങ് ആവാൻ വരെ സാധ്യതയുള്ളവനായിരുന്നു ജിങ്കോ. ആ അവസരമാണ് അവന് നഷ്ടപ്പെട്ടത്. ഏറെ ദേഷ്യപ്പെട്ട് അവൻ പുറത്തു വന്നിരുന്നു. ഇതേ സമയം മറുവശത്തെ ബെഞ്ചിൽ അവനെപ്പോലെ പ്രോം നൈറ്റിൽ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് പാവം ഷിമിറ്റും ഇരിക്കുന്നുണ്ടായിരുന്നു. കഥ അവിടെ നിന്നും 7 കൊല്ലത്തിനപ്പുറത്തേക്ക് പോകുന്നു. ഷിമിറ്റും ജിങ്കോയും വീണ്ടും കണ്ടുമുട്ടുകയാണ്. പക്ഷേ ഇത്തവണ പോലീസ് ട്രെയിനിങ് അക്കാഡമിയിൽ വെച്ചിട്ടാണെന്ന് മാത്രം. ഷിമിറ്റ് അക്കാഡമിക് ബ്രില്യൻസ് ഒക്കെ തെളിയിക്കുമ്പോൾ ജിങ്കോ പ്രകടമാക്കിയത് തന്റെ ഫിസിക്കൽ എബിലിറ്റികളും അത്ലറ്റിക് എബിലിറ്റികളുമായിരുന്നു. പണ്ട് സ്കൂളിൽ വെച്ച് ഒന്നിച്ചുണ്ടായ സുഹൃത്തുക്കളാണല്ലോ അവർ. അവിടെ വെച്ചൊരു ടീമായി പരസ്പരം സഹായിച്ച് രണ്ടുപേരും പാസ്സാവാം എന്നൊരു ധാരണ അവർക്കിടയിൽ വരികയാണ്. അക്കാഡമിക്സിന്റെ കാര്യത്തിൽ ജിങ്കോയെ ഷിമിറ്റ് സഹായിച്ചപ്പോ അത്ലറ്റിന്റെയും ഫിസിക്കൽ ആക്ടിവിറ്റികളുടെയും കാര്യത്തിൽ തിരികെ ജിങ്കോയും സഹായിച്ചു. അങ്ങനെ പരസ്പരമുള്ള സഹായം കൊണ്ട് ട്രെയിനിങ് മികച്ച രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് ഇരുവരും പോലീസ് ഉദ്യോഗസ്ഥരായി മാറി. ആദ്യമേ വളരെ വലിയ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ പ്രവേശനം ലഭിക്കും എന്ന് ചിന്തിച്ച ജിങ്കോയ്ക്കും ഷിമിറ്റിനും തിരിച്ചടിയായിരുന്നു കിട്ടിയത്. പാർക്കിലെ നോർമൽ പട്രോളിംഗ് ജോലിയായിരുന്നു അവർക്ക് നൽകപ്പെട്ടത്. ജനങ്ങളെ സഹായിക്കുക എന്നതിലുപരി അവർക്ക് അവിടെയൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഇരുവരും അത്യാവശ്യം നല്ല ബോറലായി. ഒരു ക്രിമിനലിനെ പോലും അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ചിന്തയൊക്കെ അവരെ വിഷമിപ്പിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം അവർക്കൊരവസരം വീണ് കിട്ടിയത്. ഒരു മോട്ടോർ സൈക്കിൾ ഗാങ് പാർക്കിന്റെ സമീപം വന്നു നിന്ന് എന്തോ പുകയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അവരങ്ങോട്ടേക്ക് പാഞ്ഞെടുത്തു. ബൈക്കർ ഗാങ്ങിനെ സംശയാസ്പദമായ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുകയും അവരുടെ വണ്ടികൾ പരിശോധിക്കുകയും ചെയ്തു. പരിശോധനയിൽ അവരുടെ ബൈക്കിൽ നിന്ന് ചെറിയ തോതിൽ മയക്കുമരുന്നും അവർ കണ്ടെടുക്കുകയാണ്. അതുവരെ അവരെ കളിയാക്കി നിന്നിരുന്ന ബൈക്കർ ഗാങ് അത് കണ്ടെടുത്തതോടെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. ഷിമിറ്റും ജിങ്കോയും അവരെ പിടികൂടാൻ അവരുടെ പിന്നാലെ പാഞ്ഞു. ഷിമിറ്റ് ഇതിനിടയിൽ തോക്കു ചൂണ്ടി ഒരാളെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചെങ്കിലും ഷിമിറ്റിനെയും തള്ളിയിട്ട് അയാൾ അവിടെ നിന്ന് ഓടുകയാണ്. പക്ഷേ ജിങ്കോ ആകട്ടെ തന്റെ ടാർഗറ്റിനെ കൃത്യമായി പിടിച്ചിരുന്നു. അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്ത് തങ്ങളുടെ ഫസ്റ്റത്തെ അറസ്റ്റ് ആഘോഷിച്ച് അവർ സ്റ്റേഷനിലേക്ക് മടങ്ങിയെത്തി. പക്ഷേ സ്റ്റേഷനിൽ വെച്ച് അവരുടെ ക്യാപ്റ്റൻ അവരോട് സംസാരിക്കുകയാണ്. ബൈക്കേഴ്സിന് പ്രത്യേകിച്ച് മിറാൻഡ റൈറ്റ്സ് എന്നറിയപ്പെടുന്ന റൈറ്റ്സ് ഉണ്ട്. അതുപോലും മനസ്സിലാക്കാതെയായിരുന്നു അവർ ആ ബൈക്കേഴ്സിനെ അറസ്റ്റ് ചെയ്തത്. മിറാൻഡ റൈറ്റ്സിനെ പറ്റി പോലും അവന്മാർക്കറിയില്ല എന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ അവർക്ക് പണിഷ്മെന്റ് കൊടുക്കാൻ തീരുമാനിച്ചു. അവരുടെ അറസ്റ്റ് വാലിഡായി പോലും പരിഗണിക്കുമായിരുന്നില്ല. അവർക്ക് കിട്ടിയ പണിഷ്മെന്റ് ആകട്ടെ 21 ജംപ് സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ട്രാൻസ്ഫർ ആയിരുന്നു. 21 ജംപ് സ്ട്രീറ്റിൽ നടക്കുന്നത് ഒരു അണ്ടർ കവർ പ്രോഗ്രാമാണ്. ചെറുപ്പക്കാരെ പോലെ പരമാവധി തോന്നിക്കുന്നവരെയാണ് അതിൽ ഉൾപ്പെടുത്തുക. 21 ജംപ് സ്ട്രീറ്റ് പ്രധാനമായും പൊരുതുന്നത് ലഹരിക്കെതിരെയായിരുന്നു. പ്രത്യേകിച്ചും സ്കൂളിലും കോളേജിലുമൊക്കെയായി വർദ്ധിക്കുന്ന ലഹരി ഉപയോഗത്തിനെതിരെ. ഒരു പഴയ കൊറിയൻ ചർച്ചിലായിരുന്നു 21 ജംപ് സ്ട്രീറ്റിന്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. ഷിമിറ്റും ജിങ്കോയും അങ്ങോട്ടേക്ക് കടന്നു ചെന്നു. അവിടെ അവരുടെ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു, പുതിയ ക്യാപ്റ്റൻ ഡിക്സൺ. ക്യാപ്റ്റൻ അവരോട് സംസാരിച്ചു. കൂട്ടത്തിൽ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്ന പുതിയ റിക്രൂട്ട്സും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഡിക്സൺ ടാസ്ക് കൊടുത്തു. അവരുടെ ടാസ്ക് എന്ന് പറയുന്നത് ഓരോ സ്കൂളിൽ വിദ്യാർത്ഥികളായി പഠിക്കാൻ ചെല്ലുക എന്നതാണ്. സ്കൂളിനോ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കോ പോലീസ് നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രോഗ്രാമിനെ പറ്റി ഒരറിവുമുണ്ടാവില്ല. അവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട കൃത്രിമമായ ഐഡന്റിറ്റിയിലാകും അവർ സ്കൂളിൽ പഠിക്കാൻ ചെല്ലുക. അവിടുത്തെ ലഹരി ഉപയോഗം ട്രാക്ക് ചെയ്യലാണ് അവർ പ്രധാനമായും ചെയ്യേണ്ടത്. അതിന്റെ സപ്ലയേഴ്സിനെ കൃത്യമായി പിടികൂടുകയും അറസ്റ്റ് ചെയ്യുകയും വേണം. ഷിമിറ്റിനെയും ജിങ്കോയെയും വിളിച്ച് ഡിക്സൺ പ്രത്യേകം നിർദ്ദേശങ്ങൾ കൊടുത്തു. അവർക്ക് പോകേണ്ടത് സേഗൻ എന്നു പേരുള്ള ഹൈസ്കൂളിലേക്കാണ്. അവിടെ പുതുതായി ഒരു ഡിസൈനർ മയക്കുമരുന്ന് വളരെയധികം പോപ്പുലറായി വരുന്നുണ്ടായിരുന്നു. അതാരാണ് നിർമ്മിക്കുന്നതെന്നും അതിന്റെ സപ്ലയേഴ്സിനെയും അവർ കണ്ടെത്തണം. ആ പുതിയ മയക്കുമരുന്ന് ഒരു വിദ്യാർത്ഥി ഉപയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നത് ഡിക്സൺ അവർക്കായി കാണിച്ചു കൊടുത്തു. വിദ്യാർത്ഥി മയക്കുമരുന്ന് കഴിക്കുന്നു. ആദ്യം അവൻ ചിരിയാരംഭിച്ചു. പിന്നാലെ
പിന്നാലെ ഹാലൂസിനേഷനുകളിലേക്ക് കടന്നു. കുറച്ചു കഴിഞ്ഞപ്പോ എക്സ്ട്രീം കോൺഫിഡൻസ് കാണിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴോ മൊത്തത്തിൽ പ്രശ്നം സൃഷ്ടിക്കാനും ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരമനുസരിച്ച് ഓവർഡോസായി ആ വിദ്യാർത്ഥി മരണപ്പെട്ടിട്ട് പോലുമുണ്ട്. അതുകൊണ്ട് തന്നെ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ആ മയക്കുമരുന്ന് എത്രയും വേഗം ആരാണ് ഉണ്ടാക്കുന്നതെന്നും അതിന്റെ സപ്ലയർ ആരെന്നും കണ്ടെത്തണം എന്നും ഡിക്സൺ അവരോടായി പറഞ്ഞു. സ്കൂളിലേക്കെന്ന മട്ടിൽ അവർക്ക് കൊടുത്ത ഐഡന്റിറ്റി പ്രകാരം ഷിമിറ്റും ജിങ്കോയും സഹോദരങ്ങളാണ് എന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഷിമിറ്റിന്റെ വീട്ടിലായിരുന്നു ജിങ്കോ അതിന്റെ പുറത്ത് താമസിക്കാനും എത്തിയത്. ഷിമിറ്റിന്റെ മാതാപിതാക്കളോട് ചെറിയ തോതിൽ അവർ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഷിമിറ്റ് എന്ന് ജിങ്കോയോട് ചോദിച്ചു, സ്കൂളിലേക്ക് പോയാ വീണ്ടും പഴയ പോലെ നമ്മൾ സുഹൃത്തുക്കളല്ലാതായി മാറുമോ? ഏയ്, ഇത് വെറും ഒരു ജോലിയല്ലടോ എന്നായിരുന്നു ജിങ്കോയുടെ മറുപടി. ഷിമിറ്റിന് സത്യം പറഞ്ഞ സ്കൂളിൽ പോവാൻ മടിയുണ്ടായിരുന്നു. ജിങ്കോ ആകട്ടെ എക്സൈറ്റ്മെന്റിലുമായിരുന്നു. എങ്ങനെയാണ് സ്കൂളിലേക്ക് വളരെ കൂളായി അടിപൊളിയായി ലുക്കായി പോകുന്നത് എന്ന കാര്യത്തിൽ ജിങ്കോ ഷിമിറ്റിനൊരു ക്ലാസ് തന്നെ എടുത്തു. ബാഗ് ധരിച്ചു പോകുമ്പോ കൂളായി തോന്നണമെങ്കിൽ ഒരു സ്ട്രാപ്പ് ഇടാമുള്ളൂ. അതുപോലെ കുറച്ച് ഗൗരവം കാണിച്ച് ജാടയൊക്കെ ഇട്ട് നടക്കണം. മാത്രമല്ല വളരെ മികച്ചൊരു കാറിൽ ചെന്നിറങ്ങിയ ആദ്യമേ തന്നെ ഒരു പവറൊക്കെ കിട്ടും എന്ന് ജിങ്കോ അങ്ങ് പറയുകയാണ്. ഷിമിറ്റിനും കൊള്ളാലോ എന്ന് തോന്നി. ജിങ്കോ പറഞ്ഞ പോലെ ഷിമിറ്റ് അനുസരിച്ചു. അവര് പോയി ഒരു പഴയ മോഡൽ അടിപൊളി കാർ എടുത്തു. അതും പോലീസ് പിടികൂടിയിട്ടിരുന്ന കാറുകളിൽ നിന്നൊന്ന്. അതൊക്കെയായിട്ടായിരുന്നു അവർ സ്കൂളിലേക്ക് എത്തിയത്. പക്ഷെ അവർ വിചാരിച്ച പോലൊന്നുമായിരുന്നില്ല കാര്യങ്ങൾ. 7 കൊല്ലത്തിനപ്പുറം സ്കൂളിലെ രീതികളൊക്കെ മൊത്തത്തിൽ മാറിയിരുന്നു. നിലവിലിപ്പോ ട്രെൻഡ് എന്ന് പറയുന്നത് ബാഗിന്റെ 2 സ്ട്രാപ്പും ഇട്ട് നടക്കുന്നതാണ്. മാത്രമല്ല കുട്ടികളൊക്കെ പ്രത്യേക മൈൻഡ് സെറ്റ് ആയിരുന്നു. അവിടെ എത്തിയ ഷിമിറ്റ് സുന്ദരിയായ ഒരു പെൺകുട്ടി തന്റെ സൈക്കിൾ ഓടിച്ചു പോകുന്ന കണ്ട് നോക്കി നിന്നു. ഈ സമയമാണ് അവരുടെ മുമ്പിലേക്ക് എക്കോ ഫ്രണ്ട്ലി ക്ലബിലെ അംഗങ്ങളായ കുറച്ചു കുട്ടികൾ കടന്നു വരുന്നത്. അവരുപയോഗിച്ച പഴയ കാറ് ഒരുപാട് പൊല്യൂഷൻ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് അവർ ജിങ്കോക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി. ജിങ്കോക്ക് അതത്ര അങ്ങ് പിടിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ ഒരു വാക്കുതർക്കമുണ്ടായി. ആ കൂട്ടത്തിലെ ഒരു കുട്ടിയെ ജിങ്കോ മർദ്ദിച്ചു വീഴ്ത്തുകയും ചെയ്തു. നിർഭാഗ്യവശാൽ ആ പയ്യനൊരു സ്വവർഗാനുരാഗിയായിരുന്നു. അതോടെ അത്തരത്തിലുള്ളവരോട് വെറുപ്പുള്ളൊരു വ്യക്തിയാണ് ജിങ്കോ എന്നും അതുകൊണ്ടാണ് ജിങ്കോ അവനെ തല്ലിയത് എന്നുള്ള തരത്തിലേക്കുമായിരുന്നു വിലയിരുത്തലുകൾ വന്നത്. പിന്നാലെ അതിന്റെ പേരിൽ അവർ പ്രിൻസിപ്പൽ ഓഫീസിലേക്കും വിളിപ്പിക്കപ്പെട്ടു. അവിടെ വെച്ച പ്രിൻസിപ്പൽ ഇരുവർക്കും വാണിംഗ് കൊടുത്തു. ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഇരുവർക്കും തങ്ങളുടെ ഫേക്ക് ഐഡന്റിറ്റി മാറിപ്പോയിരുന്നു. ജിങ്കോ എടുത്തത് ഷിമിറ്റിന്റെ ഐഡന്റിറ്റിയും ഷിമിറ്റ് എടുത്തത് ജിങ്കോയുടെ ഐഡന്റിറ്റിയുമായിരുന്നു. പ്രിൻസിപ്പളിൽ നിന്ന് അത് ഏറ്റുവാങ്ങിയതും പിന്നെ അത് മാറ്റാൻ പറ്റാത്ത അവസ്ഥയിലായി. അങ്ങനെ ഷിമിറ്റിന് ഡ്രാമ ക്ലാസ്സിലേക്കും ജിങ്കോക്ക് അക്കാഡമിക് പരമായി കെമിസ്ട്രി ക്ലാസ്സിലേക്കും പോകേണ്ടി വരികയാണ്. രണ്ടുപേർക്കും ഒട്ടും താല്പര്യമില്ലാത്ത രണ്ടിടങ്ങളിലേക്ക്. എല്ലാവരും ചിന്തിച്ചതിപ്പോൾ ഷിമിറ്റാണ് അത്ലറ്റിക്സിൽ മികച്ച കഴിവുള്ളവരെന്നും ജിങ്കോ ആണ് മികച്ച പഠിപ്പിയെന്നുമായിരുന്നു. HFS എന്ന മയക്കുമരുന്നിന്റെ കാര്യം അന്വേഷിക്കാനായിരുന്നല്ലോ അവർ അവിടെ എത്തിച്ചേർന്നത്. ഡ്രാമ ക്ലാസ്സിലിരുന്ന ഷിമിറ്റിന് ഒരു ലീഡ് കിട്ടി. നേരത്തെ അവൻ നോക്കി നിന്ന ആ പെൺകുട്ടിയുണ്ടല്ലോ, അവളുടെ പേര് മോളി എന്നായിരുന്നു. മോളി ഡ്രാമ ക്ലാസ്സിലുണ്ടായിരുന്നു. മോളിയുടെ ബോയ് ഫ്രണ്ട് എറിക് ഈക്കോ എന്ന് പറയുന്ന ക്ലബ് കുട്ടികളിലെ പ്രധാനിയാണ്. മോളിയോട് ഷിമിറ്റ് സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കുന്നതിനിടയിൽ പുതുതായി അവിടെ സപ്ലൈ ചെയ്യപ്പെടുന്ന ആ മയക്കുമരുന്നിനെ പറ്റിയും അവൻ ചോദിച്ചു. ആ സമയം മോളി ഒന്നും പറയാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്രാഫിറ്റിയിലേക്ക് വിരൽ ചൂണ്ടി. അതിൽ ഒരു ഫോൺ നമ്പറും ഉണ്ടായിരുന്നു. അതിൽ വിളിച്ചാൽ കിട്ടും എന്നാണ് അവൾ അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കി ഷിമിറ്റ് ആ നമ്പർ നോട്ട് ചെയ്തെടുത്തു. പിന്നാലെ ഷിമിറ്റ് ആ നമ്പറിലേക്ക് ടെക്സ്റ്റ് ചെയ്തു. സ്കൂളിലെ ഇയർബുക്ക് ഓഫീസിലെത്തിയാൽ നേരിട്ട് കാണാം എന്നായിരുന്നു മറുപടി കിട്ടിയത്. പിന്നാലെ ഷിമിറ്റും ജിങ്കോയും അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അവിടെ അവരെ കാത്ത് എറിക് ഉണ്ടായിരുന്നു. മോളിയുടെ ബോയ് ഫ്രണ്ടായി എറിക് തന്നെ. എറിക്കായിരുന്നു സ്കൂളിൽ സാധനം സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. എറിക് ഉടനടി അവരിരുവർക്കും ഒരു ഡോസ് മയക്കുമരുന്ന് കൊടുത്തു. പക്ഷെ ഒരു കണ്ടീഷനും വെച്ചു. ആദ്യം നിങ്ങൾ എനിക്ക് വിശ്വാസമാകണം. അതിന് ആദ്യം എന്റെ കൺമുമ്പിൽ വെച്ച് നിങ്ങൾ രണ്ടാളും ഇത് ഉപയോഗിക്കണം. ഷിമിറ്റിനും ജിങ്കോക്കും മുമ്പിൽ മറ്റു വഴിയുണ്ടായിരുന്നില്ല. ഇരുവരും ആ മയക്കുമരുന്ന് ഉപയോഗിച്ചു. പിന്നാലെ ഇരുവരും അവിടെ നിന്നും ബാത്റൂമിലേക്ക് ഓടി. വിരലിട്ട് മയക്കുമരുന്ന് ഛർദ്ദിച്ചു കളയാനും മറ്റും ശ്രമിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായിരുന്നില്ല. മയക്കുമരുന്ന് പുറത്തേക്ക് പോയതേയില്ല. അവർ അവിടെ നിന്ന് ഓടി. പ്രശ്നമുണ്ടാവാതിരിക്കാൻ പോകുമ്പോഴാണ് അവർ നേരെ ജിം ടീച്ചറിന്റെ മുമ്പിൽ ചെന്നുപെടുന്നത്. രണ്ടുപേരുടെയും ഐഡന്റിറ്റി മാറിയിരിക്കുകയാണല്ലോ. ഷിമിറ്റിന് അടുത്ത് ചെന്ന് ഷിമിറ്റാണ് അത്ലറ്റ് എന്ന് കരുതി ഷിമിറ്റിനോട് ട്രാക്ക് ടീമിൽ ചേരണം എന്ന് ജിം ടീച്ചർ ആവശ്യപ്പെട്ടു. ജിം ടീച്ചറോട് സംസാരിച്ചു നിൽക്കെ ഇരുവർക്കും മയക്കുമരുന്നിന്റെ എഫക്ട്സ് വരാൻ ആരംഭിച്ചിരുന്നു. ഇരുവരും ചിരിക്കാനും മറ്റും തുടങ്ങി. പെട്ടെന്ന് ആ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാൻ ഷിമിറ്റ് താൻ വൈകാതെ ട്രാക്ക് ടീമിൽ ജോയിൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ജിങ്കോക്കൊപ്പം അവിടെ നിന്ന് മാറി. ഷിമിറ്റ് അങ്ങനെ ഡ്രാമ ക്ലാസ്സിലെത്തപ്പെട്ടു. മയക്കുമരുന്ന് വർക്ക് ചെയ്യുവാണല്ലോ. വളരെയധികം കോൺഫിഡന്റ് ആയി ഷിമിറ്റിന് തോന്നിയിരുന്നു. പീറ്റർ പാൻ എന്ന പേരുള്ള ഒരു ക്യാരക്ടർ അവതരിപ്പിക്കാൻ മാഷ് ആവശ്യപ്പെട്ടു. വേദിയിൽ കയറി ഷിമിറ്റ് അങ്ങ് തകർത്തഭിനയിച്ചു. എല്ലാവരും അതിൽ ഇംപ്രസ്ഡ് ആകുന്നുണ്ട്. പീറ്ററിന്റെ പേരായി അഭിനയിക്കേണ്ടത് വിൻഡി എന്ന കഥാപാത്രമാണ്. അത് ചെയ്യുന്നതാകട്ടെ മോളിയുമായിരുന്നു. അങ്ങനെ അന്നത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ്
ഷിമിറ്റും ജിങ്കോയും 21 ജംപ് സ്ട്രീറ്റിലേക്ക് തിരികെ എത്തി. ക്യാപ്റ്റൻ ഡിക്സിനെ കണ്ട് ഒരു ചാർട്ടൊക്കെ ഉണ്ടാക്കി തങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവർ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. എറിക്കിനെ പറ്റിയും മറ്റും വിവരങ്ങൾ കിട്ടിയെങ്കിലും പ്രധാന ഡീലർ ആരാണ് എന്ന വിവരം അവർക്ക് കിട്ടിയിരുന്നില്ല. പക്ഷേ ഇതേ സമയം മറ്റണ്ടർ കവർ ഏജൻസ് ആകട്ടെ അവർ പോയ സ്കൂളുകളിൽ പ്രധാനപ്പെട്ട ആളുകളെ കണ്ടെത്തുകയും പല അറസ്റ്റുകളും നടത്തുകയും ചെയ്തിരുന്നു. ഡിക്സൺ അതോടുകൂടി എത്രയും പെട്ടെന്ന് നിങ്ങളും അവരെ പോലെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി ഡീലറെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. അടുത്ത ദിവസം ജിങ്കോയും ഷിമിറ്റും വീണ്ടും സ്കൂളിൽ പോയി. ജിങ്കോ ആണെങ്കിൽ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആണ്. അവൻ പഠിച്ച കാലത്ത് അവൻ വളരെയധികം കൂളായി സ്കൂളിലെ സൂപ്പർ പയ്യനായിട്ടാണല്ലോ അറിയപ്പെട്ടിരുന്നത്. ഇപ്പൊ അവന്റെ രീതികളൊന്നും അത്ര കൂളായിട്ട് ആരും പരിഗണിക്കുന്ന പോലുമില്ല. അതിന്റെ പേരിൽ അവന് ദേഷ്യം തന്നെ വരുന്നുണ്ടായിരുന്നു. അതേസമയം മറുവശത്ത് സ്കൂളിൽ ഷിമിറ്റ് ഒരുപാട് പോപ്പുലർ ആവാനും തുടങ്ങി. എന്തായാലും ഷിമിറ്റ് ജിങ്കോയെ സമാധാനിപ്പിച്ചു. നമുക്കെല്ലാവർക്കും വേണ്ടി വീട്ടിലൊരു പാർട്ടി സംഘടിപ്പിക്കാം എന്ന തരത്തിൽ ഷിമിറ്റ് പറഞ്ഞു. അങ്ങനെ പാർട്ടി നടക്കുമ്പോ വിദഗ്ധമായി മയക്കുമരുന്നിന്റെ ഡീലറെ പിടികൂടാൻ പറ്റുമോ എന്ന് നോക്കാമെന്നും അയാളെ പറ്റി വിവരം കിട്ടുമോ എന്ന് നോക്കാമെന്നും ഷിമിറ്റ് പറയുന്നുണ്ട്. ജിങ്കോയും സമ്മതിച്ചു. അന്ന് വൈകിട്ട് ഷിമിറ്റ് മോളിയെ വിളിച്ചു. മോളിയോട് ഷിമിറ്റിനൊരു പ്രണയ താല്പര്യമുണ്ടല്ലോ, അതുകൊണ്ട് ഇരുവരും ഒരുപാട് നേരം സംസാരിച്ചു. തങ്ങളൊരു പാർട്ടി സംഘടിപ്പിക്കുന്ന കാര്യവും എല്ലാവരെയും അതിലേക്ക് ക്ഷണിച്ചോളാനും മോളിയോട് ഷിമിറ്റ് പറഞ്ഞു. മോളിയും ഓക്കെ പറയുകയാണ്. വീട്ടിലാണല്ലോ പാർട്ടി സംഘടിപ്പിക്കുന്നത്, അതിന് അവസരമൊരുക്കണമെങ്കിൽ ഷിമിറ്റിന്റെ പാരന്റ്സിനെ അവിടെ നിന്ന് പറഞ്ഞയക്കണം. അവർ അതിനുവേണ്ടി ഒരു ട്രിപ്പ് ഉണ്ടാക്കി പാരന്റ്സിനെ പറഞ്ഞയച്ചു. അങ്ങനെ പാർട്ടി നടക്കുന്ന ദിവസം എത്തി. എല്ലാവരും എത്തി പാർട്ടി തുടങ്ങി. ഷിമിറ്റും ജിങ്കോയും അതിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. തന്റെ കെമിസ്ട്രി ക്ലാസ്സിലെ പഠിപ്പികളെയൊക്കെ ജിങ്കോ അന്ന് പാർട്ടിക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അന്ന് പാർട്ടി നടക്കുമ്പോ എറിക്കിന്റെ ഫോൺ ബഗ് ചെയ്യാനായിരുന്നു അവർ പദ്ധതിയിട്ടത്. പാർട്ടി മികച്ച രീതിയിൽ മുന്നോട്ടു പോയി. ഒരു ഘട്ടത്തിൽ വിദഗ്ധമായി എറിക്കിന്റെ ഫോൺ ജിങ്കോ കൈക്കലാക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴേക്കും പാർട്ടിക്ക് എറിക്കുമായി ശത്രുതയുള്ള മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥികളും എത്തിയിരുന്നു. അതോടെ എറിക്ക് പോവാനായി തുടങ്ങി. അങ്ങനെ പോയാൽ പ്ലാൻ പൊളിയുമല്ലോ, ബഗ് ബ്ലേസ് ചെയ്യാൻ സമയം വേണമല്ലോ എന്ന് കണ്ടതും ഷിമിറ്റ പയ്യന്മാരുമായി പ്രശ്നമുണ്ടാക്കാനും മറ്റും ആരംഭിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ആ ഫൈറ്റിലേക്ക് ജിങ്കോയും ചാടി വീണു. ഫൈറ്റിൽ ഷിമിറ്റായിരുന്നു അന്ന് വിജയിച്ചത്. പക്ഷേ ഈ പ്രശ്നങ്ങൾക്കിടയിൽ പുറത്തേക്ക് പറഞ്ഞുവിട്ട അവരുടെ പാരന്റ്സ് അങ്ങോട്ടേക്ക് മടങ്ങിയെത്തുകയാണ്. അതോടെ കുട്ടികളൊക്കെ നാലുപാടും ചിതറിയോടി. ഇതിനിടയിൽ വിദഗ്ധമായി എറിക്കിന്റെ ഫോൺ ബഗ് ചെയ്യാൻ അവർക്ക് സാധിച്ചിരുന്നു. ഇതിനിടയിൽ ഷിമിറ്റിന്റെ ഫൈറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ട് എറിക്ക് ഷിമിറ്റിന് മേലുള്ള വിശ്വാസം വർദ്ധിച്ച് അവനെ അടുത്ത ഡീലറാക്കാമെന്ന് പറഞ്ഞു. ആദ്യഘട്ടത്തിൽ ഷിമിറ്റിന്റെ കയ്യിൽ എറിക്ക് കുറച്ച് മയക്കുമരുന്ന് കൊടുത്തു. ഷിമിറ്റ് അത് നേരെ ഡിക്സന്റെ അടുക്കൽ കൊണ്ടുകൊടുത്ത് അവിടെ നിന്ന് കിട്ടിയ പണവുമായി എറിക്കിന്റെ അടുത്തെത്തി. എറിക്കിനത് കൈമാറി. എറിക്കിന് വിശ്വാസം വന്നിരുന്നു. പക്ഷെ അപ്പോഴും പ്രധാന ഡീലറുടെ അടുത്ത്, പ്രധാന സപ്ലയറുടെ അടുത്ത് ഷിമിറ്റിനെ എറിക്ക് കൊണ്ടുപോയതേയില്ല. നാളുകൾ അങ്ങനെ മുമ്പോട്ട് പോയി. ഇതിനിടയിൽ ഷിമിറ്റ് മോളിയുമായി ഫ്ലേർട്ട് ചെയ്തും മറ്റും കുറച്ചധികം അടുത്തു. മറുവശത്ത് ജിങ്കോ ആകട്ടെ ക്ലാസ്സിലെ പഠിപ്പികളായ കെമിസ്ട്രികൾക്കൊപ്പം ഓരോ പരീക്ഷണങ്ങളിലും മറ്റും ഏർപ്പെട്ടു. അവന് അതൊരുപാട് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഇതിനിടയിൽ എറിക്കിന്റെ ഫോൺ പലപ്പോഴും ജിങ്കോ ഒറ്റ കേൾക്കുന്നുണ്ടായിരുന്നു. ഫോൺ ബഗ് ചെയ്തതാണല്ലോ. അങ്ങനെ ഒരിക്കൽ ജിങ്കോ കേട്ടുകൊണ്ടിരിക്കെ ഷിമിറ്റ് മോളിയോട് പ്രോംനൈറ്റിൽ തന്റെ കൂടെ പാർട്ട്ണറായി വരാമോ എന്ന് ചോദിക്കുന്നത് അവൻ കേട്ടു. അതിന് മോളി ഓക്കെയും പറഞ്ഞിരുന്നു. ജിങ്കോ അന്ന് അത് കേട്ട് ചിരിക്കുന്നുണ്ട്. പിന്നാലെയായിരുന്നു ഷിമിറ്റും മോളിയും ഇരിക്കുന്ന അങ്ങോട്ടേക്ക് എറിക്കും മറ്റു കുട്ടികളും കടന്നു വരുന്നത്. അവിടെ ഇരുന്നവർ ജിങ്കോയെ കളിയാക്കിയും മറ്റും സംസാരിക്കാൻ തുടങ്ങി. താൻ മാറി നിന്നാൽ ശരിയാവില്ലല്ലോ എന്ന് ചിന്തിച്ച ഷിമിറ്റ് അവരുടെ കൂടെ ചേർന്ന് ജിങ്കോയെ കളിയാക്കിയൊക്കെ സംസാരിക്കുകയാണ്. അത് ജിങ്കോയെ വല്ലാതെ ബാധിച്ചു. ജിങ്കോക്ക് ഏറെ സങ്കടവും ദേഷ്യവുമായി. ഇതിനിടയിലും മറ്റു ചില പ്രശ്നങ്ങളും കൂടി നടക്കാൻ തുടങ്ങുകയാണ്. മറ്റ് അണ്ടർ കവർ ഏജന്റ്സ് അവരുടെ സ്കൂളിൽ നിന്ന് പുറത്തു വന്ന ആ ഒരു മയക്കുമരുന്നുണ്ടല്ലോ, അത് അവർ അണ്ടർ കവറായി പോയിരുന്ന ആ സ്കൂളുകളിലേക്കും സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി എന്നറിയിക്കുന്നു. എറിക്കിന്റെ ഫോൺ നിരീക്ഷിക്കുന്നുണ്ടായിരുന്ന ജിങ്കോക്ക് ഒരു ലീഡ് കിട്ടി. വൈകാതെ വലിയൊരു മയക്കുമരുന്ന് ഡീല് നടക്കാൻ പോകുന്നു എന്നതായിരുന്നു അത്. അന്നാണ് സ്കൂളിൽ ഡ്രാമ ക്ലബിന്റെ പ്രോഗ്രാം ഉള്ളത്. നായകനായിട്ട് അഭിനയിക്കുന്നത് ഷിമിറ്റ് ആണല്ലോ. ഷിമിറ്റ് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു. ജിങ്കോ അങ്ങോട്ടേക്ക് വന്നു. ജിങ്കോ പറഞ്ഞു, ഇന്ന് വലിയൊരു ഡീല് നടക്കുന്നുണ്ട്, നമുക്കത് തടയണം. അവരിരുവരും പുറത്തേക്ക് ഇറങ്ങി. നോക്കിയപ്പോഴോ എറിക്കഥ കാർ എടുത്തു പോകുന്നു. അവര് വേഗം അവരുടെ കാറിൽ കയറാൻ നോക്കിയെങ്കിലും ആ കാർ നോ പാർക്കിംഗ് ഏരിയയിലായതിന്റെ പേരിൽ പോലീസ് ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നാലെ അവിടെ കിടന്നൊരു കാർ എടുത്ത് അവർ പോവാൻ ആരംഭിച്ചു. ഒടുവിലെ ചേസ് ചെയ്തെത്തി അവർ കണ്ട കാഴ്ച എറിക്കൊരു പാവരൂപത്തിൽ അതിനുള്ളിൽ മുഴുവൻ മയക്കുമരുന്ന് നിറച്ച് മോട്ടോർ സൈക്കിൾ ഗ്യാങ്ങിന് കൈമാറുന്നതായിരുന്നു. ഇതിനിടയിൽ ജിങ്കോയും ഷിമിറ്റും തമ്മിൽ വലിയ രീതിയിൽ വാക്കുതർക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട്. സംഭവം എന്തെന്നാൽ അവർ
അവർ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആ കാറ് ഒരു ഡ്രൈവിംഗ് സ്കൂൾ കാറായിരുന്നു. രണ്ട് സൈഡിലും ക്ലച്ചും ബ്രേക്കും ഒക്കെ ഉണ്ട്. ജിങ്കോ കാർ ഓടിക്കുമ്പോൾ ഷിമിറ്റ് അബദ്ധത്തിൽ ബ്രേക്ക് ചവിട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫോളോ ചെയ്ത് അങ്ങോട്ടേക്ക് എത്തിയവർ അത്തരത്തിൽ വഴക്കുണ്ടാക്കി കാർ ഓടിക്കുന്നതിനിടയിൽ ഡീല് കഴിഞ്ഞ് അവിടെ നിന്ന് പോവുകയായിരുന്ന മോട്ടോർ സൈക്കിൾ ഗ്യാങ്ങിന്റെ ഒരാളുടെ ദേഹത്തേക്ക് ഇടിച്ചു കയറി. പിന്നെ പറയണ്ടല്ലോ, മോട്ടോർ സൈക്കിൾ ഗ്യാങ് അവരെ ആക്രമിക്കുമെന്ന് ഉറപ്പായിരുന്നു. അതോടെ അവരെ ചേസ് ചെയ്യേണ്ടതിനു പകരം അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വേഗത്തിൽ ഷിമിറ്റിനും ജിങ്കോക്കും കാർ ഓടിക്കേണ്ടി വരികയാണ്. മോട്ടോർ സൈക്കിൾ ഗ്യാങ് ആണെങ്കിൽ അവരെ ചേസ് ചെയ്തു വരാനും തുടങ്ങി. ഇതിനിടയിൽ ഷൂട്ടൌട്ടും അരങ്ങേറുന്നുണ്ട്. ഷിമിറ്റ് ഷൂട്ട് ചെയ്യാൻ നോക്കിയിട്ട് പേടി കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പലപ്പോഴും അവൻ അബദ്ധം കാണിച്ചു. ഇതിന്റെ പേരിൽ ജിങ്കോയും ഷിമിറ്റും തമ്മിൽ വലിയ വാക്കുതർക്കവും ഒച്ചപ്പാടും ഉണ്ടായി. എന്തായാലും അന്ന് ചേസിംഗിൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിലും ആ സംഭവം അവർക്കിടയിൽ പരസ്പരം ഒരകലം തീർത്തിരുന്നു. പരസ്പരമുള്ള കളിയാക്കലും അപമാനിക്കലും ഇരുവരെയും വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിരുന്നു. ഡ്രാമ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോഴായിരുന്നു ഷിമിറ്റ് അങ്ങോട്ടേക്ക് എത്തുന്നത്. വേദിയിലേക്ക് കടന്നു കയറി തന്റെ റോൾ ഏറ്റെടുക്കാൻ ഷിമിറ്റ് ശ്രമിച്ചു. മോളിക്ക് ആകപ്പാടെ ഒരു നാണക്കേട് തോന്നി. ഇനി തന്റെ മുമ്പിൽ വന്നു പോവരുത് എന്ന് ഷിമിറ്റിനോട് അന്ന് മോളി പറയുകയും ചെയ്തു. പക്ഷേ കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മറിയുകയാണ്. ഷിമിറ്റും ജിങ്കോയും തമ്മിൽ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ പേരിൽ വഴക്കുണ്ടായി. അതൊരു ഫൈറ്റിലേക്കും കടന്നു. ഒടുവിൽ വേദിയിൽ കിടന്നുവരെ അവർ തമ്മിൽ ഫൈറ്റ് നടക്കുകയാണ്. എന്തിനേറെ പറയുന്നു, അതിന്റെ പേരിൽ പ്രിൻസിപ്പൽ ഇരുവരെയും പുറത്താക്കും എന്നുവരെ അവരോട് പറഞ്ഞു. കാര്യങ്ങൾ ആകെ കുളമായി. എന്തായാലും 21 ജംപ് സ്ട്രീറ്റിലേക്ക് അന്നത്തെ ദിവസത്തിന് ശേഷം അവരെത്തി. ഡിക്സൺ തങ്ങളെ വഴക്ക് പറയും എന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചത്. അക്കാര്യം അവർ ഡിക്സനോട് ചോദിക്കുകയും ചെയ്തു. വഴക്കൊന്നുമില്ല, നിങ്ങളെ ജോലി നിന്ന് പിരിച്ചുവിടാനാ പോകുന്നേ എന്നായിരുന്നു ഡിക്സന്റെ മറുപടി. ഷിമിറ്റ് ആണെങ്കിൽ മോളിയെ വിളിച്ച് മോളിയോട് സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാനുള്ള ശ്രമം തുടങ്ങി. പക്ഷേ മോളി കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഷിമിറ്റുമായി പ്രശ്നത്തിലായ ജിങ്കോ ഷിമിറ്റിന്റെ വീട് വിട്ടിറങ്ങാൻ തീരുമാനിച്ചിരുന്നു. തന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവൻ തന്റെ വണ്ടിയിലേക്ക് വെച്ചു. കുറച്ചു കഴിഞ്ഞ് ഷിമിറ്റ് അവന്റെ അടുത്തേക്ക് ചെന്നു. ജിങ്കോ പറഞ്ഞു, നടന്നതൊക്കെ വളരെ മോശമായി പോയി. നീ എന്നോട് പറഞ്ഞതും ഞാൻ നിന്നോട് പറഞ്ഞതുമൊക്കെ നമ്മൾ സഹോദരങ്ങളെ പോലാണെന്നാ ഞാൻ കരുതിയിരുന്നേ. ഒരുപക്ഷെ നിനക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാകുമായിരുന്നു. അവരങ്ങനെ ഇമോഷണലായി സംസാരിച്ചു നിൽക്കെ പെട്ടെന്നായിരുന്നു എറിക്ക് അങ്ങോട്ടേക്ക് കാറിൽ വന്നത്. ഷിമിറ്റും ജിങ്കോയും നിൽക്കുന്ന കണ്ടപ്പോ കാറിലേക്ക് കയറാൻ എറിക്ക് പറഞ്ഞു. ഇരുവരും കാറിൽ കയറി. എറിക്ക് അവരുമായി പോയത് ഒറ്റപ്പെട്ടൊരു തെരുവിലേക്കായിരുന്നു. അവിടെ എത്തിയതും എറിക്ക് 2 തോക്ക് പുറത്തെടുത്തു. പിന്നാലെ പറഞ്ഞു, നിങ്ങൾ സ്കൂളിൽ ജോയിൻ ചെയ്ത ഓരോ പ്രവൃത്തിയും കാണുമ്പോഴും എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ സംശയം തോന്നിയിരുന്നു. എറിക്കിനൊക്കെ മനസ്സിലായെന്നും തങ്ങളിപ്പോൾ വെടിയേറ്റ് മരിക്കും എന്ന രീതിയിൽ ഷിമിറ്റും ജിങ്കോയും ഭയപ്പെട്ടു നിന്നു. എറിക്ക് പിന്നാലെ പറഞ്ഞു, നിങ്ങള് പോലീസുകാരാണോ എന്നുവരെ ഞാൻ സംശയിച്ചിരുന്നു. പക്ഷേ ഇന്ന് സ്കൂളിൽ വെച്ച് നിങ്ങൾ നിർത്തിയ ഫൈറ്റ് ഉണ്ടല്ലോ, സ്റ്റേജിൽ കിടന്നുണ്ടാക്കിയ അടി ഒരു പോലീസുകാരും ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ പോലീസുകാരൊന്നുമല്ല എന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തത വന്നു. താനെടുത്ത തോക്ക് ഇരുവരുടെയും കയ്യിലേക്ക് കൊടുത്ത് എറിക്ക് പറഞ്ഞു, നമുക്കിനി ഒരു ടീമായി വർക്ക് ചെയ്യാം. വൈകാതെ വലിയൊരു ഡീലറുമായും കുറച്ച് ബൈക്കേഴ്സുമായി ഒരു മീറ്റിംഗ് ഉണ്ട്. പ്രോം നൈറ്റിന്റെ അന്ന് അവിടെ വെച്ച് ഡീല് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങളുടെ സഹായം അതിൽ വേണം. പ്രധാനപ്പെട്ട ഡീലർ അന്ന് അവിടെ പ്രത്യക്ഷപ്പെടും എന്ന വിവരം ഷിമിറ്റിനും ജിങ്കോക്കും മനസ്സിലായി. എറിക്കിനോട് അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെ പ്രോം നൈറ്റിന്റെ അന്ന് എല്ലാത്തിനും തയ്യാറായി പുറപ്പെട്ടു ചെല്ലാൻ ഇരുവരും തീരുമാനിച്ചിരുന്നു. അവരൊരു വൈറ്റ് ലിമോ കാറിൽ മികച്ച രീതിയിൽ തയ്യാറായിട്ടെത്തുകയാണ്. പ്രോം നൈറ്റ് നടക്കുമ്പോ ഷിമിറ്റ് മോളിക്ക് അടുത്തു ചെന്നു. തന്റെ ഫീലിംഗ്സിനെ പറ്റിയൊക്കെ പറയാൻ ശ്രമിച്ചു. പക്ഷെ മോളിയാകട്ടെ ആ മയക്കുമരുന്ന് കഴിച്ച് അതിന്റെ സ്വാധീനത്തിൽ നിൽക്കുകയായിരുന്നു. ഷിമിറ്റ് പറഞ്ഞതൊന്നും അവളുടെ തലയിൽ കയറിയതേയില്ല. വൈകാതെ എറിക്ക് വന്നു. എറിക്ക് ഷിമിറ്റിനെയും ജിങ്കോയെയും പ്രധാന ഡീലറുടെ അടുത്തേക്ക് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. അവരങ്ങനെ പ്രധാന ഡീലറുടെ മുമ്പിലേക്ക് എറിക്കിന്റെ സഹായത്താൽ എത്തിച്ചേർന്നു. അത് മറ്റാരുമായിരുന്നില്ല, സ്കൂളിലെ ജിം ടീച്ചറായിരുന്നു. തങ്ങൾ ഏർപ്പെടുത്തിയ സ്കൂളിലെ പഠിപ്പിപ്പുള്ളേർ അവിടെ നടക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തെടുക്കുന്ന കാര്യം ഷിമിറ്റും ജിങ്കോയും ഉറപ്പുവരുത്തിയിരുന്നു. പക്ഷെ അവർക്കുണ്ടായിരുന്ന ആകെയുള്ള ഭയം മീറ്റിംഗിന് ബൈക്കർ ഗ്യാങ് എത്തുമ്പോൾ അവരെ തിരിച്ചറിയുമോ എന്നത് മാത്രമായിരുന്നു. ആദ്യമൊക്കെ കാര്യങ്ങൾ സ്മൂത്തായി നടന്നു. ബൈക്കേഴ്സ് ഗ്യാങ് എത്തിയിട്ടും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിനിടയിൽ ലഹരിമൂത്ത് മോളി അങ്ങോട്ടേക്ക് വന്നു. ആ മുറിയുടെ വാതിലിട്ട് മുട്ടു തുടങ്ങി. മാത്രമല്ല പുറത്തുനിന്ന് അവൾ ഷിമിറ്റ് പോലീസാണ്, എന്നിട്ടാണ് പഠിക്കാൻ വന്നത് എന്ന മട്ടിൽ ഷിമിറ്റിനെ കുറ്റം പറഞ്ഞൊക്കെ സംസാരിക്കാനും തുടങ്ങി. പിന്നെ പറയണ്ടല്ലോ, എല്ലാവരും അതോടെ ആയുധം പുറത്തെടുക്കുകയാണ്. മോളി അപ്പോഴായിരുന്നു റൂമിലേക്ക് കടന്നു വന്നത്. ജിം ടീച്ചറുടനടി മോളിയെ പിടിച്ച് ബന്ദിയാക്കി. അതോടെ ഷിമിറ്റിനും ജിങ്കോക്കും തങ്ങളുടെ തോക്ക് താഴെ വെക്കേണ്ടി വന്നു. ആ സമയമാണ് മറ്റൊരു കാര്യവും നടക്കുന്നത്. അവിടെ എത്തിയിരുന്ന ബൈക്കർ ഗ്യാങ്ങിലെ ആ 2 പേരുണ്ടല്ലോ, അവർ യാഥാർത്ഥ്യത്തിൽ DEA ഏജന്റുമാരായിരുന്നു. അതായത് മയക്കുമരുന്നിനെതിരെ അണ്ടർ കവറായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ. നമ്മുടെ എക്സൈസ് വിഭാഗമൊക്കെ പോലെ ബൈക്കർ ഗ്യാങ്ങിൽ കഴിഞ്ഞ 5 കൊല്ലമായി കടന്നുകൂടി മയക്കുമരുന്നിന്റെ ഉത്ഭവത്തെപ്പറ്റിയും മറ്റും പഠിച്ച് ഒക്കെ ഇല്ലായ്മ ചെയ്യലായിരുന്നു അവരുടെ തൊഴിൽ. അന്ന് അവിടെ വെച്ച് മയക്കുമരുന്ന് ഉൽപാദകനായ ജിം ടീച്ചറെ കൈയോടെ പിടികൂടാമെന്ന്
രക്ഷപ്പെടാമെന്ന് കരുതിയായിരുന്നു DEA-ക്കാർ വന്നതുപോലും. പക്ഷെ അതാണിപ്പോൾ ഷിമിറ്റും ജിങ്കോയും ചേർന്ന് കുളമാക്കിയിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കനത്ത രീതിയിൽ പിന്നെ അവിടെ ഒരു ഷൂട്ടൌട്ട് അരങ്ങേറി. ഷൂട്ടൌട്ടിൽ വെടിയേറ്റ് 2 DEA ഏജന്റുമാരും കൊല്ലപ്പെട്ടു. ഇതേസമയം ജിം ടീച്ചറാകട്ടെ മോളിയെ ബന്ദിയാക്കി അവിടെ നിന്ന് പുറത്തു കടന്ന് കയ്യിൽ ഒരു ബാഗ് കാശുമായി വലിയ കാറിൽ കയറി രക്ഷപ്പെട്ടു പോവാൻ തുടങ്ങി. ഇറക്കം സംഘവും കൂട്ടത്തിലുണ്ടായിരുന്നു. ഷിമിറ്റും ജിങ്കോയും തങ്ങളുടെ കാറെടുത്ത് അവരുടെ പിന്നാലെ ചേസ് ചെയ്യാൻ തുടങ്ങി. വളരെ വലിയൊരു ചേസിംഗ് തന്നെയായിരുന്നു നടന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനിടയിൽ ഷൂട്ടൌട്ടും മറ്റും അരങ്ങേറുന്നുമുണ്ട്. ഷിമിറ്റ് ഒട്ടും മടിച്ചല്ല, ചെറിയൊരു സ്ഫോടക വസ്തു ഉണ്ടാക്കിയെടുത്തു. അത് ബൈക്കർ ഗ്യാങ്ങിന്റെ വണ്ടിയിലേക്കിട്ട് അത് സ്ഫോടനത്തിനിരയാക്കി. ആ കാർ ക്രാഷായതോടെ ജിം ടീച്ചറുടെ വണ്ടിയും അതിലിടിച്ച് ആകെ തരിപ്പണമാവുകയാണ്. ജിം ടീച്ചർ ചാടിയിറങ്ങി മോളിയെ ബന്ദിയാക്കി നിർത്തിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ ജിം ടീച്ചർ ഷിമിറ്റിനെ വെടിവെച്ചു. ജിങ്കോ ചാടി വീണ് ആ വെടിയുണ്ട തന്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങി. നെഞ്ചത്ത് തന്നെയാണ് ബുള്ളറ്റ് കൊണ്ടതെങ്കിലും ബുള്ളറ്റ് പ്രൂഫ് ഇട്ടിരുന്നതുകൊണ്ട് അവനൊന്നും പറ്റിയിരുന്നില്ല. ഷിമിറ്റിന്റെ കയ്യിലാണ് തോക്കുള്ളത്. ഇനി മറ്റൊരവസരം മുമ്പിലില്ല. ഷിമിറ്റ് ലക്ഷ്യം വെച്ച് ജിം ടീച്ചറെ വെടിവെച്ചു. എപ്പോഴും അവന്റെ വെടി മാറിക്കൊള്ളുകയും പണി പാളാറുമാണല്ലോ പതിവ്. പക്ഷേ ഇത്തവണ വെടിയുണ്ട ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടു. മോളി മോചിതയായി. ഷിമിറ്റും ജിങ്കോയും ചേർന്ന് ജിം ടീച്ചറെ അറസ്റ്റ് ചെയ്തു. ഷിമിറ്റിനും ജിങ്കോയ്ക്കും ഏറെ സന്തോഷം തോന്നിയൊരു ദിവസമായിരുന്നു അത്. ഇരുവരുടെയും ഫ്രണ്ട്ഷിപ്പ് അന്നു മുതൽ കൂടുതൽ തിക്കായി മാറി. മോളി അപ്പോഴേക്കും കുറച്ചൊക്കെ നോർമലായിരുന്നു. ഷിമിറ്റ് മോളിക്കടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് അവളോട് ക്ഷമ ചോദിച്ചു. മോളി എല്ലാം മനസ്സിലാക്കി ഷിമിറ്റിനെ സ്വീകരിച്ച് അവനെ ചുംബിക്കുകയാണ്. അവരുടെ മിഷൻ അടിപൊളിയായി പൂർത്തിയായി. അങ്ങനെ തങ്ങളുടെ സക്സസിന് ശേഷം 21 ജംപ് സ്ട്രീറ്റിലേക്ക് അവർ തിരികെ എത്തി. ഏവരും വളരെയധികം സന്തോഷത്തോടെയും അഭിനന്ദനങ്ങളിൽ പൊതിഞ്ഞും അവരെ സ്വാഗതം ചെയ്തു. ഡിക്സൺ അവർക്കായി അവരുടെ ഫസ്റ്റ് അറസ്റ്റ് കോപ്പി ഫ്രെയിം ചെയ്ത് ഗിഫ്റ്റായി നൽകി. പിന്നാലെ ഡിക്സൺ അവരോടായി പറഞ്ഞു അവരുടെ അടുത്ത മിഷൻ ഒരു കോളേജിലേക്ക് അണ്ടർ കവറായി പോകുക. ഷിമിറ്റ് യെസ് എന്ന് പറഞ്ഞു. ജിങ്കോക്കാണെങ്കിൽ അത് ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ജിങ്കോ നോ എന്നലറി. ആ ദൃശ്യങ്ങളോടെ രസകരമായ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.